ഹായ്, നമസ്കാരം. നമുക്കെല്ലാവർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് ഇന്ന് എല്ലാവരും പ്രായഭേദമന്യേ ഡിജിറ്റൽ കോണ്ടന്റ്സ് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ കമ്പ്യൂട്ടറിലൂടെയും മറ്റ് സ്മാർട്ട് ഡിവൈസസിലൂടെയൊക്കെ നമുക്ക് ഡിജിറ്റൽ കോണ്ടന്റ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് കാരണം കമ്പനീസ് എല്ലാം അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡിജിറ്റൽ ആക്കണം എന്നുള്ളത് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഫോർച്യൂൺ 500 കമ്പനീസിൽ പല കമ്പനീസും ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെക്കാട്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ്. കറന്റ് സിനാരിയോയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു മേഖല മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മറിച്ച് നമുക്ക് മാർക്കറ്റിംഗിന്റെ ഫ്യൂച്ചർ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. 10ാം ക്ലാസ്സിലോ +2ലോ ഡിപ്ലോമോ പഠിച്ചവർക്കോ ഒക്കെ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇന്നത്തെ വീഡിയോയിൽ 2024 ഫ്രഷർ ആയിട്ടുള്ള ഏതൊരാൾക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ആകാൻ പറ്റുന്ന തരത്തിലുള്ള റോഡ് മാപ്പ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളത് ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിൽ. ഈ ചാനലിൽ നമ്മൾ ഡേറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, പ്രോഗ്രാമിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ഐ ആം സാഹിൽ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ലേണിംഗ്. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഡിജിറ്റൽ മീഡിയംസിലൂടെ സെല് ചെയ്യുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിനെ അവെയർ ആക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മീഡിയംസ് എന്ന് പറയുമ്പോൾ മൊബൈൽ ആപ്സ്, സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഗൂഗിൾ തുടങ്ങിയവയെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീഡിയോയിൽ നമ്മൾ 2024 ഏതൊരു ഫ്രഷറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ആവാനുള്ള ഒരു റോഡ് മാപ്പാണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റോഡ് മാപ്പാണ് പറയുന്നതെന്ന് പറഞ്ഞു. സോ നമ്മളൊരു മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ആ മേഖലയിലെ കറന്റ് ട്രെൻഡ്സും അതിന്റെ കറന്റ് സ്റ്റേറ്റ് എന്താണെന്നാണ്. നമ്മൾ അതാണ് ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി കാലഘട്ടത്തിൽ ബ്രാൻഡ്സിന് ടാർഗറ്റ് ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ മാർഗമായിട്ട് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറിയിട്ടുണ്ട്. ബ്രാൻഡ് എൻഗേജ്മെന്റിന് സോഷ്യൽ മീഡിയയിൽ, ബ്രാൻഡ് വിസിബിലിറ്റിക്ക് ആയിട്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജീസ് ഒക്കെയാണ് കമ്പനീസ് എല്ലാം ഇന്നും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഡേറ്റ ഡ്രിവൻ ഡിസിഷൻസ് എടുക്കുന്നതിലാണെങ്കിൽ പേഴ്സണലൈസേഷൻ വേണ്ടിയിട്ടാണ് കമ്പനീസിൽ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതാണ് കറണ്ട് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ യൂസർ എക്സ്പീരിയൻസ് കൂടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നോർമലി ഒരു മെസ്സേജ് വരുന്നതും ഹായ് നിങ്ങളുടെ പേരും വെച്ചിട്ട് ഹായ് അരുൺ അല്ലെങ്കിൽ ഹായ് വിഷ്ണു എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുന്നത് നമ്മൾ വ്യത്യാസം ഒരുപാടില്ലേ. കാരണം നമുക്ക് നമ്മളുടെ അടുത്ത് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ഫീൽ കിട്ടും. അപ്പം അത് കസ്റ്റമറിന് ആ ബ്രാൻഡിനോട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതൽ. നിങ്ങളിപ്പോൾ വാട്സപ്പിൽ പല ബ്രാൻഡിൽ നിന്ന് അങ്ങനത്തെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരിക്കണം. സോ അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പേഴ്സണലൈസേഷൻ ആണ്. യൂസർ എക്സ്പീരിയൻസ് കൂട്ടും, ബ്രാൻഡ് ലോയൽറ്റി കൂട്ടുന്നുണ്ട്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ കറണ്ട് ട്രെൻഡ്സും അതിന്റെ സ്റ്റേറ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ജോബ് നേടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഇന്ന് മാർക്കറ്റിംഗ് ലാൻഡ്സ്കേപ്പ് വളരെ വേഗത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ AI കുറിച്ചുള്ള ഒരു ബേസിക് നോളജും AI റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടൂൾസിനെ കുറിച്ചുള്ള നോളജും ഏതൊരു ഡിജിറ്റൽ മാർക്കറ്ററിനും അത്യാവശ്യമാണ്. AI ഡ്രിവൺ ചാറ്റ് ബോട്ട്സിനെ കുറിച്ചും റെക്കമെൻഡേഷൻ എഞ്ചിനെ കുറിച്ചൊക്കെ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് അറിഞ്ഞിരിക്കണം. കാരണം ഇതിലൂടെ നമുക്ക് പേഴ്സണലൈസ്ഡ് കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാനും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാനും സാധിക്കും. രണ്ടാമതായിട്ട് വേണ്ട സ്കില്ലാണ് കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിന് വേണ്ട ഏറ്റവും ആവശ്യമായ സ്കില്ലാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്റ്റോറി ടെല്ലിംഗിലൂടെ മാത്രമേ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് റെസൊനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കോണ്ടന്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിട്ടൺ ആയിട്ടും വിഷ്വൽ ആയിട്ടുമുള്ള സ്റ്റോറി ടെല്ലിംഗിലൂടെ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ അറ്റൻഷൻ സ്പാനും നമുക്ക് അവരുടെ ലോയൽറ്റിയും ലോങ് ടൈമിലെത്തിക്കും നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട് വേണ്ട സ്കില്ലാണ് SEO ആൻഡ് SEM അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്കില്ലും ഒരു ബ്രാൻഡിന്റെ ഓൺലൈൻ വിസിബിലിറ്റീസ് കൂട്ടാനായിട്ടുള്ള വൈറ്റൽ ഫാക്ടേഴ്സ് ആണ്. SEOയ്ക്കും SEMനും അപ്പുറം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാനും, ക്യാമ്പയിൻസ് ഒപ്റ്റിമൈസ് ചെയ്യാനും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ട്രാക്ക് ചെയ്യാനും, കൺവേർഷൻ റേറ്റ്സ് ട്രാക്ക് ചെയ്യാനും, കീവേഡ് അനലൈസ് ചെയ്യാനും ഒക്കെ അറിഞ്ഞിരിക്കണം. നാലാമതായിട്ട് വേണ്ട സ്കില്ലാണ് കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് ജേർണി എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന്റെ ജേർണി മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. കസ്റ്റമറിന്റെ ജേർണി മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഡിഫറൻറ്റ് സിനാരിയോയിൽ കസ്റ്റമറിനെ ടച്ച് പോയിന്റ് ചെയ്യാനും കസ്റ്റമറിന് പേഴ്സണലൈസ്ഡുള്ള കോണ്ടന്റും അതിനനുസരിച്ചുള്ള ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യാനും സാധിക്കും. ഇത് നമ്മളുടെ കൺവേർഷൻ റേറ്റും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും കൂട്ടും. സോ കസ്റ്റമർ ജേർണി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അഞ്ചാമതായിട്ട് വേണ്ട സ്കില്ലാണ് ഡേറ്റ പ്രൈവസി ആൻഡ് കംപ്ലൈൻസ് എന്ന് പറയുന്നത്. ഡേറ്റ പ്രൈവസിയും ഡേറ്റ കംപ്ലൈൻസ് എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ലെങ്തി ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന നിലയിലേക്ക് ഡേറ്റ പ്രൈവസിയെ കുറിച്ചും കംപ്ലൈൻസിനെ കുറിച്ചുമായിട്ടൊരു ഡീറ്റെയിൽഡ് നോളജ് അല്ലെങ്കിൽ ഒരു ബേസിക് നോളജെങ്കിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാനും
കസ്റ്റമർ ലോയൽറ്റി ബിൽഡ് ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ. പലപ്പോഴും ഇങ്ങനെ ഒരു നോളജ് ഇല്ലാത്ത പലരുടെയും ഗൂഗിൾ അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒക്കെ ബാൻ ചെയ്ത് പോകാറുണ്ട്. സോ അതിനെക്കുറിച്ചുള്ളൊരു നല്ലൊരു നോളജ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ള പൊസിഷനിലോട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നേടിയിരിക്കണം. ഈ സ്കിൽസ് കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ ബിസിനസിന്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി കൂട്ടാനും റിസ്ക് റെഡ്യൂസ് ചെയ്യാനും എഫക്റ്റീവും വിശ്വാസ്യ യോഗ്യതയുമുള്ള ക്യാമ്പയിൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ ഡിജിറ്റൽ മാർക്കറ്റിന്റെ കറന്റ് സിനാരിയോയും അതിന് എന്തൊക്കെ സ്കിൽസ് വേണമെന്നുള്ള മനസ്സിലാക്കി. ഇനി പറയാൻ വേണ്ടി പോകണം, നമ്മൾ ആ സ്കിൽസ് സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ആ മേഖലയിൽ നമുക്കിത് എൻകാഷ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജോബ് കിട്ടണം, ഫ്രീലാൻസ് വർക്ക് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇനിയുള്ള ഭാഗങ്ങൾ കണ്ടാൽ മതി. അല്ല, നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ജോലി നേടണം, നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്രാക്ടിക്കലായിട്ട് റിയൽ ടൈം പ്രൊജക്ട്സിലൂടെ നിങ്ങൾക്ക് ഇത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ at 97462123. സോ നിങ്ങൾക്ക് സ്കില്ലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾ പ്രസൻസ് ഓൺലൈനിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രാൻഡ് പ്രസൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓൺലൈൻ മീഡിയത്തിലെല്ലാം ആക്റ്റീവ് ആയിരിക്കണം. കൂടാതെ നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റും വേണം. കാരണം പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിക്ക് അവരുടെ ഓൺലൈൻ പ്രസൻസും നിങ്ങൾ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂട്ടും. അത് നിങ്ങൾ നല്ല രീതിയിലാണ് നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ വിസിബിലിറ്റിയും കാണിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീലാൻസ് പ്രൊജക്ട്സും അല്ല നല്ലൊരു കമ്പനിയിൽ നല്ല ജോലി കിട്ടാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ പ്രസൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ലിങ്ക്ഡിനും എല്ലാം ഉപയോഗിക്കാം. ഓരോന്നിനും ഡിഫറെൻറ്റ് തരത്തിലുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ ബിൽഡ് ചെയ്യണമെന്ന് മാത്രം. എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ നിങ്ങൾ മിനിമം ഡെയിലി ഒരു കോണ്ടന്റ് എങ്കിലും നിങ്ങളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഇതൊരാഴ്ചയിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോങ് ഫോം ഏകദേശം 1500-2000 വരുന്ന തരത്തിലുള്ള ഒരു ബ്ലോഗ് നിങ്ങളുടെ ലിങ്കിലോ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിലേക്ക് ഇടാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി ലോങ് ടൈമിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ നിങ്ങളുടെ പേജ് ക്രോൾ ചെയ്യും. അത് നിങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റി തരികയും നിങ്ങളുടെ ബ്രാൻഡ് ലോയൽറ്റി കൂട്ടുകയും ചെയ്യും. സോ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസ് ഉണ്ട്, നമുക്ക് സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് എക്സ്പേർട്സ് ആയിട്ടുള്ളവരായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖല അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രി എക്സ്പേർട്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയണം, അവർ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് അറിയണം. കൂടാതെ നമ്മൾ ഏതൊരു ഫീൽഡ് എക്സൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെക്കാൾ ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ മാൻഡേറ്ററി ആണ്. നമ്മൾ പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് നെറ്റ്വർക്കും ഒരു കണക്ഷൻ ഉണ്ടെന്നെങ്കിൽ കറന്റ് ഇൻഡസ്ട്രി പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് മീറ്റപ്പുകളിലും കോൺഫറൻസിലും ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഏഴാമതായിട്ട് നിങ്ങൾ ബിസിനസ് നീഡുകളെ കുറിച്ച് മനസ്സിലാക്കുക. ഓരോ ബിസിനസ്സും വ്യത്യസ്ത തരത്തിലുള്ളതാണ്. സെയിം ഇൻഡസ്ട്രിയിലുള്ളതാണെന്നുണ്ടെങ്കിലും ബിസിനസിന്റെ ആവശ്യങ്ങൾ, ബിസിനസിന്റെ പ്രോബ്ലംസ്, ബിസിനസിന്റെ വിഷനും മിഷനും എല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ബിസിനസ്സിനും നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ക്യാമ്പയിൻസ് ആണ് ബിൽഡ് ചെയ്യേണ്ടി വരുന്നത്. ഓരോ ബിസിനസ്സിനും വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് ബഡ്ജറ്റ്, ടാർഗറ്റ് ഓഡിയൻസ്, അവരുടെ ഡെമോഗ്രാഫിക്സ്, അവരുടെ കൾച്ചർ, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ക്യാമ്പയിൻ കമ്പനിക്ക് സെയിൽ മാത്രമല്ല, മറിച്ച് കമ്പനിയുടെ വിഷനും മിഷനും ഒബ്ജക്റ്റീവ്സും ഒക്കെ ആയിട്ട് അലൈൻ ചെയ്തിരിക്കുന്നതാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തേടി ഓട്ടോമാറ്റിക്കലി പ്രീമിയം ജോബ് ഓഫേഴ്സും പ്രീമിയം ക്ലയൻസും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അടുത്ത് വരുന്നതാണ്. നമ്മൾ ഇതുവരെ ഡിജിറ്റൽ മാർക്കറ്റിന്റെ കറണ്ട് സ്റ്റേറ്റ് മനസ്സിലാക്കി, നമുക്ക് എന്തൊക്കെ സ്കില്ല് വേണമെന്ന് മനസ്സിലാക്കി, നമ്മൾ അതിൽ സ്കില്ല് കരസ്ഥമായി കഴിഞ്ഞ് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീലാൻസ് വർക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോബ് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. ഇത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഫ്യൂച്ചർ സ്കോപ്പാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എക്സാക്ട്ലി എന്ത് മാറ്റങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വരാൻ പോകുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ കറണ്ട് സിനാരിയും കറണ്ട് സ്കോപ്പും അതിൻ്റെ ഡൈവേഴ്സ് നേച്ചറും കാണും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണുമെന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ പറയാം. AI ടൂൾസിന്റെ കടന്നുവരവും ടെക്നോളജിയുടെ ഗ്രോത്തും ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇനിയും വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സ്കോപ്പാണ് തുറന്നു നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലും ക്രിയേറ്റിവിറ്റിയും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു മേഖലയിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ശോഭിക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്കും ഈ മേഖലയിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നു, അതിനെക്കുറിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ച് ഡെഫിനറ്റ്ലി ചെയ്യുന്നതാണ്. സോ ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.